വെൽക്കം ബാക്ക് ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് റിലേഷൻഷിപ്പ് ടോക്സ് വിത്ത് ഐഷ ബഷീർ. ഈ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണെന്ന്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് വളരെ രസകരമായിട്ടുള്ള കുറേ ചിരിക്കാനും ചിന്തിക്കാനും അതുപോലെ തന്നെ ചിരിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സോർട്ട് ചെയ്യാനുള്ള കുറച്ച് വഴികളും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഭർത്താക്കന്മാരുടെ 12 ലക്ഷണങ്ങളാണ്. ഈ പറഞ്ഞ 12 ലക്ഷണങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ ഹസ്ബൻഡിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രിയ സഹോദരിമാരെ താഴെ കമൻറ്റ് ചെയ്യുക ഈ ഒരു NPD നിങ്ങളുടെ ഹസ്ബൻഡിന് ഉണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കുറേ ആളുകൾ പറഞ്ഞതിൽ വെച്ചിട്ട് അവരവരുടെ ലൈഫിലുള്ള കുറച്ചധികം റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സംഭവം നിങ്ങൾക്ക് ചിരിയൊക്കെ വരുന്നുണ്ടെങ്കിലും അതങ്ങനെയാണല്ലോ, ആരാനമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസമാണല്ലോ, കുറേ ആൾക്കാർ അനുഭവിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള ഹസ്ബൻഡ്സിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നും കൂടെ എക്സാമ്പിൾസ് വെച്ചിട്ട് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ കാണാം. ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കോമെൻറ്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ മാത്രം. ഓക്കെ, ഒന്നാമത്തെ കാര്യം, ഇയാൾ നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അയാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് മിററിനെ ആയിരിക്കും. ഇയാൾ ഞാൻ ഭയങ്കര ലുക്കാണ്, ഞാൻ ഭയങ്കര ഹാൻഡ്സമാണ്, ഞാൻ ഭയങ്കര സംതിങ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നാട്ടുകാർക്കൊക്കെ ഇയാളെ ഭയങ്കര ഇഷ്ടമായിരിക്കും, കുടുംബക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇയാളെ കൂടെ ജീവിക്കുന്നവർ മാത്രം റിലേ പറഞ്ഞ അവസ്ഥയിലായിരിക്കും. അതായത് ഇങ്ങനെ ഇങ്ങനെ ടോപ്പിൽ കയറ്റി എത്ര കാലം നിങ്ങൾക്ക് കൊണ്ടടക്കാൻ പറ്റുമോ അത്രയും കാലം അയാൾ അടിപൊളിയായിരിക്കും. അതിലെപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സെൽഫ് വാല്യൂ എന്ന് കണ്ടു കഴിഞ്ഞാൽ പുള്ളി ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് പോകും. ഈ NPD ഉള്ള ആൾക്കാരെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് മുട്ടത്തോടിൻ്റെ മേലെ കൂടെ നടക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. എപ്പോൾ വേണേലും പൊട്ടി താഴെ പോകും. അപ്പോൾ NPD ഉള്ള വ്യക്തിയെ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ഇങ്ങനെ കാര്യമായിട്ട് ഒരു കാര്യം പറയുന്ന സമയത്ത് പുള്ളി വാവ് എൻ്റെ ഹെയർ സ്റ്റൈൽ അടിപൊളിയാണല്ലോ, ഇജാതി സാധനം എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു സിനിമയിൽ കണ്ടിട്ടില്ലേ, ഒരു ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ മറ്റേ പൈജാബി ജുബയൊക്കെ ഇട്ടിട്ട് പാർട്ടി വെയറിൽ പോകുന്ന ഒരു പിഷാരടിയുടെ വീഡിയോ, അതേപോലെ ആയിരിക്കും. പുള്ളി സിറ്റുവേഷൻ ഒന്നും നോക്കാതെ പുള്ളിയുടെ സെൽഫ് ഇങ്ങനെ അഡ്മയർ ചെയ്തിരിക്കുന്ന ആളായിരിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പോയിന്റ് ആണത് അറ്റൻഷൻ അഡിക്റ്റ് ആയിരിക്കും. അതായത് പുള്ളിക്ക് വേണ്ടത്ര അറ്റൻഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മൊബൈൽ ടവർ താഴോട്ട് പോകാറില്ല, റേഞ്ച്, അതേപോലെ പുള്ളി ഒരൊറ്റ പോക്കണം താഴോട്ട്. നല്ല അറ്റൻഷൻ വേണം. ഈവൻ മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഫ്രീസറിൽ കയറി കിടക്കുന്ന ഐറ്റം എന്ന് പറയില്ലേ, ആ ടൈപ്പായിരിക്കും. അപ്പോൾ നല്ലൊരു ഫംഗ്ഷനകത്ത് പുള്ളി മെയിനായി നിൽക്കേണ്ട ഭാഗത്ത് നമ്മൾ പുള്ളിക്ക് വേണ്ടത്ര അറ്റൻഷൻ കൊടുക്കാതെ വേറൊരാളെ അവിടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ മൂപ്പരുടെ തനി സ്വഭാവം, ആ ടോക്സിസിറ്റി ഇങ്ങോട്ട് പുറത്തേക്ക് ഇറക്കും. എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാക്കി ആ പരിപാടി അലമ്പാക്കി പുള്ളി എസ്കേപ്പ് അടിച്ചിട്ടുണ്ടാവും. പുള്ളീനെ ഇങ്ങനെ പൊക്കി താങ്ങി ഭയങ്കര ഹാപ്പി ആക്കി കൊണ്ടു നടന്നാൽ പുള്ളി ഓക്കെ ആയിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ പുള്ളിയുടെ തനിക്കോണം കാണിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഹാബിറ്റ് നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള സാധനം ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. കാരണം ഇത് ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സാധനമായിരിക്കും. NPD എന്ന് പറഞ്ഞ സാധനം റിയലാണ്. അത് ഒരുപാട് ആളുകളിൽ കണ്ടുവരാറുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു ഹാബിറ്റ് ഉള്ള ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ജസ്റ്റ് പറയുക. വേറൊരാളിനെ നിങ്ങൾക്ക് അഡ്മയർ ചെയ്യണമെങ്കിൽ ഇയാളോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ അയാൾ പാവം, അയാൾക്ക് കുറച്ച് അറ്റൻഷൻ കൊടുക്കണം. അതായത് നിങ്ങളാണ് സൂപ്പർ ഹീറോ, പക്ഷെ എന്നാലും അയാൾ പാവം, കുറച്ച് അറ്റൻഷൻ കൊടുത്താൽ ഒന്ന് കയറി വരുമായിരിക്കും അല്ലേ, നിങ്ങളും കൂടെ ഒന്ന് അയാളെ ഒന്ന് പൊക്കാനായിട്ട് സഹായിക്കുമോ എന്നുള്ള രീതിയിൽ ഇയാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ തന്നെ വന്നിട്ട് മറ്റൊരാളെ പൊക്കിക്കോളും. പക്ഷേ ഇയാൾക്ക് കിട്ടേണ്ടുന്ന സ്പേസ് ഇയാൾക്ക് ഇഷ്ടംപോലെ നമ്മൾ വാരിക്കോരി കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം മേക്ക് ഷുവർ ചെയ്യേണ്ടി വരും. നെക്സ്റ്റ്, സെൽഫ് സ്റ്റോറി അഡിക്റ്റ്. പുള്ളിയുടെ ഒരു സ്റ്റോറി പുള്ളി പറയാൻ നിന്നാൽ പുള്ളിക്ക് ഒരു സീസൺ മൊത്തം നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷെ നമ്മുടെ ഒരു സ്റ്റോറി ആളോട് പറയണമെന്നുണ്ടെങ്കിൽ പുള്ളി നമുക്ക് ഒരു ഷോർട്ട് വീഡിയോ ചെയ്യുന്ന സമയം ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 1 മിനിറ്റ് മാക്സിമം തരുള്ളൂ. അതായത് പുള്ളി ഒന്നും ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് മറിച്ചിടും. നമ്മൾ പറയുന്ന ഒന്നും പുള്ളി കേൾക്കാൻ തയ്യാറായിരിക്കില്ല. പുള്ളി പറയുന്ന എല്ലാം നമ്മൾ കേൾക്കേണ്ടി വരും. അതായത് ഇപ്പം നിങ്ങൾ ആളോട് പറയണേ എനിക്കൊരു ഫീവർ ഉണ്ടെന്ന് പറയുന്ന സമയത്ത് ഇയാൾ നിൻ്റെ അടുത്ത് മരുന്ന് കഴിച്ചോന്ന് ചോദിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് അന്ന് എനിക്കുണ്ടായിരുന്ന ഫീവർ ഒരു 100 ഡിഗ്രി 106 ഡിഗ്രിയുടെ കഥയൊക്കെ പറഞ്ഞിട്ട് വരും പുള്ളി. എന്നിട്ട് പോലും ഞാൻ ഓഫീസിൽ പോയി, ഞാൻ ആ ജാതി ഐറ്റമൊക്കെ ആയിരിക്കും പുള്ളി ഇറക്കുന്നുണ്ടാവുക. അങ്ങനെ പുള്ളി പറയുന്ന സമയത്ത് സിമ്പിളായിട്ട് ആണോ മെഡിസിനും കൂടി എടുക്കാണ്ടാണോ നീ ഓഫീസിൽ പോയേ, ആ ഒരു ജാതി എക്സ്പ്രഷൻ ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ട് ചോദിച്ചാൽ മതി, വാവ് നീ ശരിക്കും ഒരു സൂപ്പർ ഹീറോ ആണ് കേട്ടോ, ആ ജാതി സാധനം ഇട്ടാൽ മതി. പുള്ളി ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷെ എന്താണെന്നറിയോ, ഈ NPD ഉള്ള ആൾക്കാരുടെ ഇടയിൽ ഒരു മൂഡ് സ്വിങ്സ് ഉള്ള ആൾ പെട്ട് കഴിഞ്ഞാൽ തിരിഞ്ഞു പോവും. അതായത് സ്ത്രീകൾ പലപ്പോഴും ഹസ്ബൻഡിന് മൂഡ് സ്വിങ് മറ്റേ NPD ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെ മൂഡ് സ്വിങ്സ് ഇയാളുടെ ഒരു തരത്തിലും അഡ്ജസ്റ്റബിൾ ആയിരിക്കില്ല. എസ്കേപ്പ് അടിച്ചാൽ മതി എന്നുള്ളൊരവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ടുണ്ടാവും. ഒരാൾക്കും ഈ NPD ഉള്ള ആളുടെ കൂടെ ജീവിക്കുന്ന ആളുടെ മാനസികാവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം NPD ഉള്ള വ്യക്തി എല്ലാവരുടെ മുന്നിലും നല്ല ആളായിരിക്കും.
എനിക്ക് വയ്യാഞ്ഞിട്ട് പോലും ഞാൻ അവളെ അങ്ങനെ ടേക്ക് കെയർ ചെയ്തു, എനിക്ക് ഇങ്ങനെ പനി ഉണ്ടായിട്ട് പോലും ഞാൻ അവളെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ഇയാളുടെ നല്ല കാര്യങ്ങൾ, നല്ല വശങ്ങൾ അറിയാത്ത ലോകത്ത് ഒരാൾ പോലും ഉണ്ടാവില്ല. അത്രയും ഇയാൾ ബ്ലാ 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 പറഞ്ഞിട്ട് ഇയാളുടെ സെൽഫായിട്ട് പൊക്കിയടിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലൊരു ഇമേജ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇയാളുടെ ഒരു നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ്, ക്രിറ്റിസിസംസ് ഇവർക്ക് താങ്ങാനായിട്ട് പറ്റൂല. ഇപ്പൊ അവർ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, നമ്മൾ പറയാനാടാ അതിലൊരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അയ്യോ ഞാൻ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് പറഞ്ഞതായിരുന്നു, അജാദ്യമായിട്ടായിരിക്കും പുള്ളി ഇറക്കുന്നുണ്ടാവുക. അതായത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതല്ല ഉദ്ദേശിച്ച്, ആ സിറ്റുവേഷനിൽ അങ്ങനെ അല്ലാണ്ട് വേറെ എങ്ങനെ റിയാക്ട് ചെയ്യുക, ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ ഇത് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ പുള്ളിയുടേതായിട്ടുള്ള വേറെ ലെവലായിട്ട് ഇറക്കും. ഈ ജാതി ആൾക്കാരെ നിങ്ങൾ ക്രിറ്റിസൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഒരു സ്റ്റെപ്പ് ഉയർത്തി പൊക്കുക, നന്നായിട്ട് പൊക്കി പറയാം, നിങ്ങൾ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് അവിടെ അത് സംഭവിച്ചത്, നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ അത് നടക്കൂലായിരുന്നു എന്നുള്ളൊരു ഐറ്റം അവിടെ വയ്ക്കാം. എന്നിട്ട് അടുത്ത സാധനം സാൻഡ്വിച്ച് പോലെ ആയിരിക്കണം. അടുത്ത ഐറ്റം പറയാം, പക്ഷെ എന്നാലും കൂടെ നിങ്ങൾ അങ്ങനെ പറയാഞ്ഞിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് പറയായിരുന്നു, ആ ഒരു സാധനം വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ പാച്ചപ്പ് ചെയ്ത ഒരു രീതി ഉണ്ടല്ലോ, വാവ് ദാറ്റ് വാസ് റിയലി അമേസിങ്, ഇങ്ങോട്ടേയും കൊണ്ടേ പറ്റൂ, ഒരു കുറച്ചും കൂടെ നല്ല ഹൈറ്റിലൊന്ന് സാൻഡ്വിച്ച് മോഡലിൽ വെച്ച് കൊടുക്കുക. ഇത്തരത്തിൽ മാത്രമേ ഇവരെ ക്രിറ്റിസൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇവരുടെ ഐഡിയാസ് നോക്കി നമ്മൾ ഇവരുടെ ലെവലിൽ ഇവരെ ക്യാച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും നിൽക്കൂല മക്കളെ. അടുത്ത പോയിന്റാണ് ഓൾവേസ് റൈറ്റ് ആറ്റിറ്റ്യൂഡ്. ഞാൻ പിടിച്ച മുയലിന് 4, 4, 5 കൊമ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഇവരങ്ങനെ തന്നെ ആയിരിക്കും. ഇവരൊരു കുഞ്ഞു സാധനത്തിന് പോലും ഇവർ വിട്ടുകൊടുക്കില്ല, ഞാൻ പറഞ്ഞതാണ് ശരി എന്ന് അടിച്ചു വാദിക്കുന്ന ആൾക്കാരായിരിക്കും. അതിനവരെങ്ങനെ വേണേലും മാനിപ്പുലേറ്റ് ചെയ്ത് 4 പുറത്തുനിന്ന് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നിരും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ ഡീൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയോ? ഇപ്പോൾ ഒരു സിമ്പിൾ കാര്യം പറയാണ്, ഇന്നിപ്പോൾ നമുക്ക് മലയാള മനോരമ ന്യൂസ് ചാനൽ കണ്ടാൽ മതി, അതാണ് പുള്ളിയുടെ വാശി. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ 24 ന്യൂസ് വേറെ ഏതെങ്കിലും ന്യൂസ് കാണണം, അല്ലെങ്കിൽ റിപ്പോർട്ടർ വേറെ ഏതെങ്കിലും ന്യൂസ് കാണണം. അപ്പോൾ നിങ്ങൾ പറയണ എനിക്ക് ആ ന്യൂസ് ചാനലാണ് ഇഷ്ടം, അല്ലെങ്കിൽ ആ വാർത്താ അവതാരകനെയാണ് ഇഷ്ടം. ഇവർ സമ്മതിക്കൂല, ഇവർക്ക് ഈ വാർത്ത തന്നെ, ഈ ചാനൽ തന്നെ കാണണം. ഈ വാർത്ത ഇതിന് വേണ്ടിയിട്ട് അവരൊരു 3 മണിക്കൂർ, ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ ചാനൽ മാറ്റിക്കഴിഞ്ഞാൽ 2-3 മണിക്കൂർ ഇയാളിങ്ങനെ ഇതിങ്ങനെ പറഞ്ഞ് കണ്ണും ചെവിടും തരില്ല, ചെവി തല കേൾപ്പിക്കാത്ത രീതിയിൽ ഇവരിതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം എന്താ അറിയോ? ഇടയ്ക്ക് ഇവരുടെ ടോർച്ചറൊക്കെ കേൾക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് ആ ചാനൽ വെക്കണം പറഞ്ഞാൽ വെച്ചോ എന്നുള്ള മട്ടിൽ വിടുക. അടുത്ത തവണ പറയുന്ന സമയത്ത് നിങ്ങൾ അന്ന് വെച്ചതല്ലേ, ഇന്നിപ്പോൾ ഞാനിത് വെച്ചോട്ടെ, കുറച്ച് സമയത്തേക്ക് ഞാനിത് കേൾക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് തരാം. അങ്ങനെ കൊടുത്ത് എടുത്ത് ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. കാരണം നിങ്ങളുടെ കാര്യങ്ങൾ ഇയാളെ മാത്രം ഹാപ്പിയാക്കി വെച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ നിങ്ങൾ മറന്നു പോകും, നിങ്ങളുടെ പ്രയോറിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല, നിങ്ങൾക്കൊരു ഐഡൻറ്റിറ്റി പോലും ആ ചെങ്ങായി ഉണ്ടാക്കി തരില്ല. ബിക്കോസ് ഇപ്പം നിങ്ങളൊരു കഷ്ടപ്പെട്ട് പഠിച്ച് നിങ്ങളൊരു ജോലി നേടിയാൽ പുള്ളി എന്താ പറയുന്നത്, ഞാനവളെ പഠിക്കാൻ വിട്ടോണ്ട് ഓക്കെ, ഇവൻ ഫിനാൻസ് പോലും അയാൾ തന്നിട്ടുണ്ടാവില്ല, എന്നിട്ട് പോലും അയാൾ പറയാം ഞാൻ അവളെ പഠിക്കാൻ അനുവദിച്ചത് കൊണ്ട് അവളതൊക്കെ അച്ചീവ് ചെയ്തു. അയാൾക്ക് എപ്പോഴും നിങ്ങൾ അയാളുടെ ഐഡന്റിറ്റിയിൽ അറിയപ്പെടണം എന്നാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ പോലും പുള്ളി സമ്മതിക്കൂല. അപ്പം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കൂടെ ഇങ്ങനെ അവരുടെ ഇങ്ങനെ അയാൾ അറിയാണ്ട് എടുത്തോളാം. ഓക്കെ, 6ാമത്തെ പോയിന്റ് ആണ് എംപതി ഷോർട്ടേജ്. നാട്ടുകാരുടെ മൊത്തം കാര്യത്തിൽ ഇവർക്ക് ഭയങ്കര എമ്പതി കാണിച്ചാലും, അതായത് നിങ്ങളുടെ അയൽവക്കത്തുള്ള ചേച്ചിയുടെ കുഞ്ഞമ്മൻ്റെ മോന് ചെറുതായിട്ടൊന്ന് വീണിട്ട് ഒരു സ്ക്രാച്ച് വീണിട്ടുണ്ടെങ്കിൽ അവരെ ഇവിടെ നിന്ന് ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വരെ മനസ്സ് കാണിക്കുന്ന ആ ചെങ്ങായി നിങ്ങളുടെ സ്വന്തം അമ്മയ്ക്ക് ഒരു വയ്യായിക വന്നു എന്ന് പറഞ്ഞാൽ പുള്ളി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതായിരിക്കും, എൻ്റെ മുടിയൊക്കെ ഇന്നലെ ബെഡിൽ നിറയെ കൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു, എനിക്ക് എന്തൊക്കെയോ സ്ട്രെസ് ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ട്, നീ എൻ്റെ കാര്യമൊന്നും ശ്രദ്ധിക്കുന്നില്ല, നീ അതൊന്നും മനസ്സിലാക്കുന്നില്ലേ, നിനക്ക് നിൻ്റെ അമ്മയുടെ വയ്യായികയാണ് പ്രശ്നം. അജാതിയായിട്ടായിരിക്കും പുള്ളി ഇറക്കുന്നുണ്ടാവുക. പകരം നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്, പുള്ളിയോട് പോയിട്ട് ചേട്ടാ നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, നമ്മുടെ കുടുംബക്കാരെല്ലാവരും പറയുന്നുണ്ടായിരുന്നു, അമ്മയ്ക്കാണെങ്കിൽ നിങ്ങൾ ഉണ്ടാകുമ്പോൾ ഭയങ്കര ആശ്വാസമാണെന്നൊക്കെയാണ് പറയുന്നത്, നമ്മുടെ കുടുംബക്കാരൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അമ്മേനെ പൊന്നുപോലെ നോക്കുമെന്ന്, നിങ്ങളെ കൊണ്ട് മാത്രമേ അത്രമാത്രം നോക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്, എന്നെ നിങ്ങൾക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? താണ് കേണ് അപേക്ഷിച്ച പുള്ളി ചാടി വീണ് ചെയ്തു തരും. മാത്രമല്ല നാട്ടുകാർ മൊത്തം കുടുംബക്കാർ മൊത്തം നിങ്ങളുടെ അങ്ങനെ പൊക്കി പറയുന്നുണ്ടായിരുന്നു എന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി ക്ലീൻ. ഈ NPD ഉള്ള ആൾക്കാരനെ റിവേഴ്സ് സൈക്കോളജിയിലൂടെ വേണം നമ്മൾ വീഴ്ത്താനായിട്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതൊന്ന് ട്രൈ നോക്ക് കേട്ടോ. 7th പോയിന്റ് ഇതാണ്, പുള്ളി ഇങ്ങനെ ഗ്രാൻഡ് ആയിട്ട് പ്ലാൻ ചെയ്യും. എനിക്ക് അടുത്ത മാസത്തെ സാലറി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ദുബായിൽ അടുത്ത ബുർജ് ഖലീഫ ബിൽഡ് ചെയ്യാനായിട്ട് പോകാനാണ്. അജാതി പ്ലാൻസ് ഒക്കെ ആയിരിക്കും പുള്ളിയുടെ ഉണ്ടാവുക. പക്ഷെ പുള്ളി ചെയ്യുന്നത് ഒരു പണിയും ചെയ്യാണ്ട് വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ സോഫയിലിരുന്ന് ചായയൊക്കെ കുടിച്ച് ടീ ഒക്കെ കുടിച്ച് TV ഒക്കെ കണ്ടിട്ടായിരിക്കും പുള്ളിയുടെ ഡയലോഗ് ഉണ്ടാവുക, ഞാൻ ഇജാതി പരിപാടിയൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നോക്കിയോ, യു ഡോണ്ട് നോ മീ, നിനക്ക് എന്നെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല, ഞാനിങ്ങനെ വലിയ സംഭവമാവാനായിട്ട് പോവാണ്, വാല്യൂ ചെയ്യേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന
ഒരു സൈക്കോ ആയിരിക്കും പുള്ളി. അങ്ങനെ ഒരു പരിപാടി പുള്ളി കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം പറയാം, നിങ്ങളുടെ പ്ലാൻസ് ഒക്കെ നിങ്ങളൊരു ഡയറിയിൽ എഴുതുക, അല്ലെങ്കിൽ പുള്ളി പറയുമ്പോൾ നിങ്ങളൊരു ഡയറിയിൽ എഴുതി വെച്ചോ. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു നോവൽ പബ്ലിഷ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു കോമഡി സ്കിറ്റ് വായിക്കുന്ന പോലെ ഇടയ്ക്ക് നിലക്കൊക്കെ തൊട്ട് വായിച്ച് ഉപയോഗിക്കാം. അതുമാത്രമല്ല, പുള്ളിക്ക് തന്നെ കുറേ കാലം കഴിയുന്ന സമയത്ത് ഈ NPD എന്നൊക്കെ പുള്ളിക്ക് ഒരു മാറ്റം വരുന്ന സമയത്ത് ഇതായിരുന്നു നിങ്ങളുടെ പ്ലാൻസ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. 8ാമത്തെ ഫാക്ടറാണ് ജലസി ഫാക്ടറി എന്ന് പറയുന്നത്. പുള്ളിക്ക് ഭയങ്കര അസൂയായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ പുള്ളിയായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു സാധനം അച്ചീവ് ചെയ്താൽ, എക്സാമ്പിൾ ഒരു കാറ് വാങ്ങിയ പുള്ളി അപ്പം തുടങ്ങും, നമ്മുടെ കാറ് പഴയതായി, നമ്മുടെ കാറിൻ്റെ പെയിൻറ്റ് പോയി, പുള്ളിയുടെ സാലറി 10,000 20,000 ഉണ്ടാവുള്ളൂ, അതും വെച്ചിട്ട് മൂപ്പര് ഇജാതി എനിക്ക് ആ കാർ എടുത്തേ പറ്റുള്ളൂ, അവൻ അങ്ങനെ എന്നേക്കാളും വിലസി നടക്കണ്ട, അല്ലെങ്കിൽ പുള്ളി മറ്റേ സാധനം ഇറക്കും. അവൻ ആ കള്ളപ്പണം കൊണ്ട് കൈക്കൂലി കൊണ്ട് അല്ലാണ്ട് എന്ത് കൃത്രിമത്വം അല്ലേ, കൃത്രിമത്വം. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റേ അറബീനെ പറ്റിച്ചിട്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഇറക്കിയിട്ട് പുള്ളി പറയും വെറുതെ തള്ളിസ്റ്റ്. അങ്ങനെയാണ് അവൻ കാർ എടുത്തത്. അല്ലെങ്കിൽ അവനും ഒരു ലോഡ് കടണ്ട്, എന്നിട്ട് അവൻ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി കാർ എടുത്ത് ഞെളിഞ്ഞ് നടക്കുന്ന അജാതി ഐറ്റംസ് ഒക്കെ ആയിരിക്കും പുള്ളി നിങ്ങളുടെ തോന്നുന്നു പറയുന്നുണ്ടാവും. പക്ഷേ ആക്ച്വലി പുള്ളി നല്ല അധ്വാനിച്ച് വാങ്ങിയ പൈസ ആയിരിക്കാം. വേറൊരാളുടെ സക്സസ് ഇയാൾക്ക് അംഗീകരിക്കാനേ പറ്റില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ആൻഡ് 2ാമത്തെ സാധനം എന്താ വെച്ചാൽ, വേറൊരാൾ സക്സസ് ആയിക്കഴിഞ്ഞാൽ അതിനേക്കാളും മേലെ എനിക്ക് സക്സസ് ആവണമെന്ന് വിചാരിക്കും. എന്നാൽ അതിനുള്ള പൊട്ടൻഷ്യൽ ഈ മണ്ണം കൊണ്ടാബീൻ്റെ അടുത്ത് ഉണ്ടാവുമോ? അതൊട്ട് ഉണ്ടാവില്ല. അപ്പോൾ അജാതി. എന്നിട്ട് വീട്ടിലിരിക്കുന്നവർക്ക് സ്വയം കൊടുക്കില്ല. നീ നിൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് പോയിട്ട് പൈസ മേടിച്ചിട്ടായോ, നീ നിൻ്റെ അങ്കിളുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിയിട്ടായോ, നിൻ്റെ ആങ്ങളെ ചെക്കനില്ലേ ഓനടുത്ത് പേഴ്സണൽ ലോൺ എടുത്ത് തരാൻ പറയും, എനിക്ക് കാറ് വാങ്ങിച്ചു തരാൻ പറയുമെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഭാര്യയ്ക്ക് ഒരു സുഖസൗകര്യം കൊടുക്കില്ല. അങ്ങനത്തെ സാഡിസ്റ്റുകൾ ഉണ്ടാവും. അവരെയും കൂടെ ഈ NPDയുടെ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താനായിട്ട് പറ്റും. 9ാമത്തെ പോയിന്റാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആളൊരു ട്രോഫി പോലെ കണ്ടുപിടിക്കുകയാണ്. അതായത് ഇപ്പം ആൾക്കൊരു വൈഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളി കണ്ടോ ഇവളാണ് എൻ്റെ വൈഫ്, ഇവളുടെ അച്ചടക്കം കണ്ടോ, അല്ലെങ്കിൽ ഇവളുടെ പെരുമാറ്റം കണ്ടോ, അല്ലെങ്കിൽ ഇവള് കണ്ടില്ല എന്നെ അനുസരിക്കുന്ന, അത് എൻ്റെ കഴിവിൻ്റെ ഫലമാണ്. സ്വന്തമായിട്ടൊരു കാര്യം നിങ്ങളുടെ വൈഫിനുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളി അതെല്ലാം പുള്ളിയുടെ ക്യാരക്ടറിൻ്റെ ബെസ്റ്റ് ആയതുകൊണ്ടാണ്. പുള്ളി കൊടുത്ത അറിവ് അനുസരിച്ച് അല്ലെങ്കിൽ പുള്ളി കൊടുത്ത ഗൈഡൻസ് അനുസരിച്ച് ഭാര്യ നടന്നതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് തള്ളി അങ്ങോട്ട് മറിച്ചിടും. അതായത് പുള്ളീനെ സംബന്ധിച്ചിടത്തോളം റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ പെരുമ കാണിക്കാനുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ പുള്ളി ഭാര്യയോട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് പറയും, നീ മെലിഞ്ഞിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ നീ പാകത്തിന് കുറച്ചും കൂടെ തടിക്കണം കേട്ടോ, നീ കുറച്ചും കൂടെ കളർ വെക്കണം കേട്ടോ, നീ കുറച്ചും കൂടെ ഹെയർ നീട്ടി വളർത്തണം കേട്ടോ, നിന്റെ നെയിൽ ഇങ്ങനെ ഇരിക്കണം. പുള്ളിക്ക് പ്ലാൻസ് ഉണ്ടാവും പുള്ളിയുടെ വൈഫിനെ കുറിച്ച്. ഈ ഒരു രീതിയിൽ തന്നെ ഭാര്യ പോയിക്കോണം. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഈ ചങ്ങായിട്ട് തനി സ്വഭാവം കാണിക്കാനായിട്ട് പറഞ്ഞു. എന്താ വെച്ചാൽ ഇയാൾക്ക് ഷോക്കേസ് ചെയ്ത് കൊണ്ടുനടക്കാനുള്ള ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ഇയാൾ വൈഫിനെ കാണുന്നുണ്ടാവും. 10ാമത്തെ പോയിന്റാണ് ഓൾവേസ് കൺട്രോൾ ഫ്രീക്ക് എന്ന് പറയുന്നത്. പുള്ളി എപ്പോഴും ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. എനിക്കിന്ന് ദോശയും ചമ്മന്തി മതി, ഉച്ചയ്ക്ക് ഓട്സ് മതി, വൈകുന്നേരത്ത് ചപ്പാത്തി മതി, ഇങ്ങനെ ലിസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കും. നീ അത് തന്നെ ചെയ്താൽ മതി. നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു പ്രയോറിറ്റി ഉണ്ടാവില്ല. നിങ്ങൾക്ക് വീട്ടിലൊരു സാധനം ഇഷ്ടപ്പെട്ടത് കഴിക്കാൻ പറ്റൂല, ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പറ്റൂല, ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് പുറത്തു പോകാനായിട്ട് പറ്റൂല. പുള്ളിയാണ് ഡിസൈഡ് ചെയ്യുക. നീ ഇന്നത് ഇട്ടാൽ മതി, നീ ഇന്നത് ചെയ്താൽ മതി, നീ ഇന്നടത്തേക്ക് പോയാൽ മതി, നീ ഇന്ന കോഴ്സ് പഠിച്ചാൽ മതി, നീ നടക്കുമ്പോൾ ഇങ്ങനെ നടന്നാൽ മതി, നീ ചിരിക്കുമ്പോൾ ഇത്രേ ചിരിക്കാൻ പാടുള്ളൂ, ഈ അണക്കലെ 2 പല്ല് കാണാൻ പാടില്ല. ഇജാതി ഐറ്റംസിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. ആൾക്ക് ആളുടേതായ ഇഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് മാത്രമല്ല കേട്ടോ, തിരിച്ച് പുള്ളീനെ ഒന്ന് കൺട്രോൾ ചെയ്യണ്ട. എന്തെങ്കിലും ഒരു കാര്യം പുള്ളിയോട് പറഞ്ഞാൽ പുള്ളി വയലൻ്റ് ആവും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരത്ത് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം, പുള്ളി പറയാണ് നീ ഇത്ര ചിരിച്ചാൽ മതി, 1-2 പ്രാവശ്യമൊക്കെ അത്ര ചിരിക്കുക, പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചിരിക്കുക. അതേപോലെ നീ ഇന്നത് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ പുള്ളി, അതായത് കൊടുത്തെടുക്കുക, അതായത് കുറച്ച് പുള്ളിയുടെ കൂടെ നിൽക്കുക, എന്നിട്ട് പുള്ളി നേരെ നിങ്ങളുടെ ഇഷ്ടം ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പുള്ളീനെ കാര്യമായിട്ട് പൊക്കുക. അതായത് പുള്ളി ഇപ്പോൾ ഇങ്ങോട്ട് പറയാണ് നീ ചുരിദാറൊന്നും ഇടണ്ടാട്ടാ, നീ ജീൻസും ടോപ്പ് മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ നീ അബായ ഇട്ടാൽ മതി. അങ്ങനെ എന്തെങ്കിലും ഒരു പുള്ളി ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് കുറച്ചൊക്കെ ഇടുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഡ്രസ്സ് ഇടുന്ന ഒരു ഡ്രസ്സ് ഇടുന്ന സമയത്ത് പുള്ളിയോട് പറയാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതിയിട്ട് എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ റെക്കമെൻഡ് ചെയ്തതാണ് ഈ ഡ്രസ്സ്, ഞാൻ ഈ ഡ്രസ്സ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമെന്ന് പുള്ളിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടാവുമല്ലോ, അയാൾ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, അയാൾ പറഞ്ഞു ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമെന്ന്, നിങ്ങൾ ഇങ്ങനത്തേക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പാണെന്ന് പറഞ്ഞു, നിങ്ങൾ ഭയങ്കര അപ്ഗ്രേഡഡ് ആണെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം ഇട്ടെടുത്താൽ മതി. അപ്പോൾ പുള്ളി ഓക്കെ അതിനെ എതിർക്കില്ല. അറ്റ്ലീസ്റ്റ് അങ്ങനെ എന്താ പറയുക, പുള്ളീനെ പൊക്കി തൊട്ട് തഴുകി തലോടിക്കൊണ്ട് അവനവൻ്റെ കാര്യം നേടിയെടുക്കുക എന്നുള്ളതാണ് NPDക്കാരുടെ കാര്യത്തിൽ പോസിബിൾ ആവുള്ളൂ. 11ാമത്തെ പോയിന്റാണ് ഫേക്ക് ആയിട്ടുള്ള ഹ്യൂമിലിറ്റി കാണിക്കുക എന്നുള്ളത്. അതായത് ഫേക്ക് ആയിട്ടുള്ള വിനയം കാണിക്കുക എന്നുള്ളത്. അപ്പോൾ ആൾ പറയണം എൻ്റെ അടുത്ത് അങ്ങനെ അതിന് മാത്രം ഒന്നുമില്ല, എനിക്ക് അതിന് മാത്രമുള്ള വിവരമോ അല്ലെങ്കിൽ അതിന് മാത്രമുള്ള ജോലിയോ അതിന് മാത്രമുള്ള പൈസയൊന്നുമില്ല, പക്ഷെ എന്താ അറിയില്ല, ആൾക്കാർ ഈ ഫാൻസിനെ കൊണ്ട് ഞാൻ തോറ്റ് ഐറ്റം പുള്ളി ഇറക്കും. ആൾക്കാർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന്, നിങ്ങൾക്ക് ഇങ്ങനെ ചിരിക്കണം എന്ന് തോന്നും, പക്ഷെ നിങ്ങൾ ചിരിക്കരുത്.
ചിരിക്കരുത്. അപ്പം നിങ്ങൾ പറയാം, അല്ല നിങ്ങളുടെ അടുത്ത് അതിന് മാത്രമൊക്കെ ഉണ്ട്, നീ ഭയങ്കര സംഭവമാണ്, നീ ആക്ച്വലി നിനക്ക് അറിയാഞ്ഞിട്ടാണ് നിന്റെ പൊട്ടൻഷ്യൽ. അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ അജാതി തള്ളുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെ പറയും, നിനക്ക് നിന്റെ പൊട്ടൻഷ്യൽ അറിയാഞ്ഞിട്ടാണോ, നീ മുത്താടാ, നീ തങ്കപ്പനല്ലടാ, പൊന്നപ്പനാണ് ആ ഐറ്റം നിങ്ങൾ ഇറക്കി കൊടുക്കുക. എന്നിട്ട് പറയാം നിങ്ങൾക്ക് ഇതിനുള്ള പൊട്ടൻഷ്യലൊക്കെ ഉണ്ടോ, അതുകൊണ്ടാണ് ആൾക്കാർ നിങ്ങളെ കുറിച്ച് അങ്ങനെ പറയുന്നത്. എന്താ പറയുക, കുഞ്ഞാപ്പൂ എന്ന് പറഞ്ഞാൽ ആരാ ആ ഐറ്റം ഇറക്കുക. അപ്പോൾ പുള്ളി ഓക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ഇങ്ങനെ ഡീൽ ചെയ്യാനേ പറ്റൂ. ചിരിക്കണം എന്നിങ്ങനെ വരും നമുക്ക്. ഇയാളുടെ ആറ്റിറ്റ്യൂഡും കോമഡിയൊക്കെ കാണുമ്പോൾ ചിരി ഇങ്ങനെ വന്ന് മുട്ടും. ചിരിക്കരുത്. നമ്മളവിടെ ഇങ്ങനെ നമ്മൾ അവരെക്കാളും നല്ല ഓസ്കാർ ലെവൽ ആക്ടിങ് അങ്ങനെ ഇറക്കി കൊടുക്കുക. അപ്പോൾ അവർ ഹാപ്പി ആവും. 12ാമത്തെ പോയിന്റാണ് ഗ്യാസ് ലൈറ്റിംഗ് എക്സ്പേർട്ട് എന്ന് പറയുന്നത്. അതായത് ഇപ്പം നിങ്ങളൊരു കാര്യം പറഞ്ഞു, നിങ്ങളത് മറന്നെന്ന് കരുതിക്കോ. പുള്ളി നിങ്ങൾ ആ കാര്യം പറഞ്ഞിട്ടേ ഇല്ലാത്ത പോലെ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതിനെ നേരെ ഉൾട്ടാക്കിയിട്ട് പുള്ളി ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നീ അതല്ല പറഞ്ഞത്, ഇതാണ് പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ സെൻറ്റൻസ് വെച്ചിട്ടുണ്ടാവും, അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് വേറൊരു സെൻറ്റൻസും കൂടെ പുള്ളി ആഡ് ചെയ്യും. എന്നിട്ട് നീ അത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുമോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. പുള്ളിയുടെ ഭാഗം ജയിക്കാൻ വേണ്ടി പുള്ളിക്ക് തോന്നിയതൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഒന്നാമത്തേത് നല്ല റെഡി പ്രൂഫ് തയ്യാറാക്കി വയ്ക്കുക. പുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ശരിയാണല്ലേ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, മേ ബി ആ ഐറ്റംസ് ആൾക്കാരെ ഒതുക്കാനുള്ള വഴി ഇതാണ്. സീരിയസ് ആയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ലേ, എനിക്ക് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ, ഞാനത് മറന്നു പോയതാണ്, ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞതിനായിരിക്കും ശരി എന്നുള്ള രീതി ആദ്യം ഇറക്കുക. എന്നിട്ട് പിന്നെ അല്ല ഞാനിപ്പോൾ ആലോചിച്ചപ്പോഴാണ് ഞാൻ അതിൻ്റെ ഒരു പ്രൂഫ് എടുത്ത് വെച്ചിട്ട്, ആ സമയത്ത് എൻ്റെ കയ്യിൽ അതിൻ്റെ വോയിസ് റെക്കോർഡർ ഓൺ ആയിരുന്നു തോന്നുന്നുണ്ട്, അതിൻ്റെ റെക്കോർഡുണ്ട്, കേട്ടോക്ക ഞാൻ ഇതാണ് പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞതല്ല കേട്ടോ, പക്ഷെ സാരില്ല നിങ്ങൾ പറഞ്ഞിടത്ത് കാര്യമുണ്ട്, ഞാൻ പറഞ്ഞ ടോണിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് തോന്നിയതായിരിക്കും. അങ്ങനെ വേണം പുള്ളിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ. ഇങ്ങോട്ട് ഒരു 500 പിപ്പിൽ പുള്ളി മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഒരു 1000 പിപ്പിൽ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാം. അത് മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ പോളിഷ് ചെയ്തിട്ട് പുള്ളിയുടെ അടുത്ത് ജീവിക്കുക. അറ്റ്ലീസ്റ്റ് ഞാനിപ്പോൾ ഈ സാധനം പറയാൻ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പുള്ളി ഭയങ്കരമായിട്ട് എമോഷണലി ഫിസിക്കലി മെൻ്റലി ഒക്കെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. പുള്ളി NPD പേഴ്സൺ ആണെന്ന് റിയലൈസ് ചെയ്തിട്ടും പുള്ളി ഇജാതി ടോർച്ചർ നിങ്ങളുടെ അടുത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇറക്കിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾ അയാളെ നന്നാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അയാളെ സഹിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫ് ലോങ് അയാളുടെ അടുത്ത് ജീവിക്കണം എന്നുള്ളത്. മേ ബി നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല, നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല, ഈ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും ആരും കൂടെ ഉണ്ടാവില്ല. നല്ലൊരു ചെക്കൻ ആ ചെക്കനെ വിട്ടിട്ട് ഇത്രയും കുട്ടികളെയും കൊണ്ട് ഓൾ ഒറ്റയ്ക്ക് ഡിവോഴ്സ് വാങ്ങിച്ച് പോയി എന്ന് പറയും, അല്ലെങ്കിൽ നിങ്ങളുടെ കുറ്റം പറയും. നാട്ടുകാരൊക്കെ പറയും ആ പെണ്ണിന് എന്താ പറയുക, എന്തിൻ്റെ കുത്തിക്കഴയാണ്, എന്തിനാണ് ഓൾ ഇങ്ങനെ ഡിവോഴ്സ് വാങ്ങിയത്, പടച്ചോനെ മറന്നിട്ട് കാണിച്ചതാണ്, അങ്ങനെ പലതരത്തിൽ നിങ്ങളുടെ ടോർച്ചർ ചെയ്യും. യു ജസ്റ്റ് ലീവ് ഇറ്റ്. ഈ സാധനമൊക്കെ ഇവർ പറയുന്നത് ഒരു 1-2 വർഷമായിരിക്കും. അതിനൊക്കെ നിങ്ങൾ ഓവർകം ചെയ്ത് വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് സമാധാനത്തോടെ ഒരു ജീവിതം ഉണ്ടാവും. മേ ബി ഇയാളേക്കാൾ നല്ലൊരു പാർട്ട്ണറെ കിട്ടും. നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഡിവോഴ്സ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കുന്നതോ ഒന്നും അപരാധമല്ല, അതൊക്കെ ഒരു കാരുണ്യമാണ് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ. ഇനി നിങ്ങൾ വേറെ വിവാഹം കഴിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ കൂടെ ഒരു ജോലിയൊക്കെ ചെയ്ത് സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. ഈ മൊട്ടത്തോടിൽ നിങ്ങളുടെ മേലെ എത്ര കാലം ജീവിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. പക്ഷെ സ്റ്റിൽ നിങ്ങൾക്ക് ജീവിച്ചേ തന്നെ പറ്റുള്ളൂ എന്ന് ഡിസൈഡ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്താണ് ഈ ജാതി ട്രിക്സൊക്കെ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്ത് അതൊന്ന് ഇറക്കി വെക്കും. മേ ബി നിങ്ങൾക്കത് ഹെൽപ്പാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ഷെയർ, കമൻറ്റ് ആൻഡ് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞില്ലേ, കൺസിസ്റ്റൻസി എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് യൂട്യൂബിൽ. അപ്പോൾ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യാമെന്ന് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ഭയങ്കര വാല്യുബിൾ ആണ്. സോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സപ്പോർട്ട് മീ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.